വേദനിക്കുന്നു. കുറച്ച് വേദന കാണും. നമുക്ക് പോവാം. നിങ്ങൾ പോണോ? കൃതിക മാഡത്തിന്റെ കാലില് കുഴമ്പ് തെച്ച് പിടിപ്പിക്കാൻ 3 ആളിന്റെ ആവശ്യമില്ല. നീ വാടി. രാജു, മാഡം ചൂടുണ്ടാവേ? മാഡം കാല് അധികം അനക്കണ്ട, അല്ലെങ്കിൽ നാളെ കാലില് നല്ല നീര് വെക്കാം. പിന്നെ പെട്ടെന്ന് എഴുന്നേറ്റ് അങ്ങ് നടക്കാൻ പറ്റില്ല. സാരമില്ല, രാജു എന്നെ നോക്കുമല്ലോ. അയ്യടാ, അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. ശേഖരേട്ടാ, ശേഖരേട്ടാ. എന്താ അമ്മനി? ശേഖരേട്ടാ, ചായ. എന്തു പറ്റി ശേഖരേട്ടാ? ഞാൻ രാജുവിന്റെ ഹൃദയയുടെ കാര്യം ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. എന്താ ഇപ്പൊ ചെയ്യുന്നേ? എന്നാലും രണ്ടുപേരും വല്ലാത്തൊരു ചതിയാണല്ലോ നമ്മളോട് ചെയ്തത്. ശരിക്കും രാജുവും ഹൃതികയും കല്യാണമൊക്കെ കഴിച്ച് ഹൃതികയുടെ ജീവിതം നന്നാവും, ഒരുപാട് സന്തോഷത്തോടെ ജീവിക്കും, അങ്ങനെയുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ. പക്ഷേ എല്ലാം നമ്മുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി പോയല്ലോ യാമിനി. അതെ ശേഖരേട്ടാ, എന്തു പറയാനാ? ഇവരിതൊക്കെ നമ്മളോട് മുൻപേ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ. എങ്ങനെ പറയാനാ? അവർ രണ്ടുപേരും മനസ്സിലെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദീപക്കനെ വിവാഹം കഴിക്കാനുള്ള മടി കൊണ്ടായിരിക്കും ഹൃതികയും രാജുവും ഇങ്ങനൊരു ഡ്രാമ ചെയ്തത്. എനിക്കങ്ങനെ തോന്നുന്നില്ല ശേഖരേട്ടാ. ഹൃദയക്ക് രാജുവിനോട് ഇഷ്ടമുണ്ട്. ഋതുവിന്റെ പല സംസാരത്തിലും പെരുമാറ്റത്തിലും എനിക്കങ്ങനെ തോന്നിയിട്ടുമുണ്ട്. പക്ഷെ യാമിനി, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അത് ശേഖരേട്ടൻ ശ്രദ്ധിക്കാഞ്ഞിട്ടായിരിക്കും. ഇവരുടെ കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും യാമിനി? എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അംബികച്ചും ദീപക്കും അവരുടെ പിന്നാലെ കൂടിയിരിക്കാം. എന്താ അമ്മേ അമ്മയുടെ അടുത്ത പ്ലാൻ? എന്തായിരിക്കും നമ്മുടെ അടുത്ത സ്റ്റെപ്പ്? പ്രതാപൻ തിരിച്ചു വരുന്നത് വരെ നമ്മളായിട്ട് ഒരു ഭൂകമ്പം ഒന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. രാജുവിനെ ഋതികയെ ഉപദ്രവിക്കാൻ ഒരു അവസരം കിട്ടിയ അത് നമ്മൾ പാഴാക്കാനും പോകുന്നില്ല. എന്തോ വലുത് സംഭവിക്കാൻ പോവാണെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട് മോനെ. എന്താ അമ്മേ? നീ പേടിക്കണ്ടടാ. നമുക്ക് എതിരായല്ല, നമുക്ക് അനുകൂലമായി എന്തോ നടക്കാൻ പോകുന്നുണ്ടെന്നാ എന്റെ മനസ്സ് പറയുന്നേ. ആശ്വാസം. ഹലോ, പറയൂ രമ്യ.
അംബിക മാഡം, രാവിലെ തന്നെ ഞാൻ രാജുവിന്റെ വീടിന്റെ പരിസരത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാ. ഗുഡ്. നീ അവിടെ തന്നെ ഉണ്ടാവണം. നമുക്ക് വേണ്ട രീതിയിൽ എന്തെങ്കിലും സംഭവിച്ച അപ്പ തന്നെ അതെന്നെ അറിയിക്കണം. ആ ശരി മാഡം. ഉം. ചേച്ചി, ചായ. ആ, നീ എനിക്ക് ചായ കൊണ്ടുതരാൻ വന്നതാണോ അതോ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ വന്നതാണോ? അല്ല ചേച്ചി, ഞാൻ ചേച്ചിയെ ഹാളിലും കിച്ചണിലൊന്നും കണ്ടില്ല. സാധാരണ ചായ കുടിക്കുന്ന സമയം കഴിഞ്ഞതുകൊണ്ട്. ചായ ഇങ്ങിതാ, ചൂട് കളയണ്ട. യാമിനി, പ്രതാപൻ നിന്നെ തിരിച്ചു വിളിക്കാന്നല്ലേ മെസ്സേജ് ചെയ്തേ? അതെ. അപ്പൊ എങ്ങനെയാ? പ്രതാപൻ വിളിക്കുമ്പോ എല്ലാം തുറന്നു പറയൂല്ലേ? ആ. എന്താ പറഞ്ഞേ? അംബിക ചേച്ചി അത് വിട്ടിട്ടില്ല. പ്രതാപേട്ടൻ കോൾ ചെയ്യുമ്പോ എല്ലാം തുറന്നു പറയണമെന്ന് പറഞ്ഞു. നീ പേടിക്കണ്ട, നമുക്ക് നോക്കാം. ധൈര്യമായിട്ടിരിക്കെ. അമ്മേ, ഇതെവിടെ വെക്കണ്ടേ? അത് പൂജാമുറിയിൽ വെക്കണം, കഴുകി തുടയ്ക്കണം. ആ പിന്നെ കുറച്ച് തെറ്റിപ്പൂ കൂടെ പറിക്കണം. പൂവ് രാവിലെ അച്ഛൻ വാങ്ങിയതാണല്ലോ. ഡി, അതിൽ തെറ്റിപ്പൂവൊന്നില്ല. നീ പോയി കുറച്ച് പൂ പറിച്ചോണ്ട് വാ. ആ അല്ലെങ്കിൽ വേണ്ട, നീയേ കുറച്ച് തേങ്ങ തിരികെ വെക്ക്. തെറ്റിപ്പൂ ഞാൻ തന്നെ പറിക്കാം. അവിടെ മുഴുവൻ കാട് പിടിച്ച് കിടക്ക. അതിന്റെ ഇടയിൽ വല്ല ഇഴജന്തുക്കളും കയറി കിടക്കും. അതൊന്ന് വെട്ടി വൃത്തിയാക്കാൻ നിന്റെ അച്ഛനോട് പറഞ്ഞാൽ കേക്കില്ല. ആണുങ്ങളുടെ പണി കൂടി ഞാൻ എടുക്കണം. ഓ, നീ ചെല്ല്. വേണുട്ടാ, ആ മാഡം, മാഡത്തെ കണ്ടില്ലല്ലോ എന്ന് ഞാനിപ്പോ ആലോചിച്ചതേ ഉള്ളൂ. എന്താ വേണുട്ടാ പൂജയുടെ കാര്യങ്ങള്? എല്ലാ ഒരുക്കങ്ങളും തീരാറായി. രാധമ്മ പായസച്ചോറ് ഒരുക്കുന്ന തിരക്കില്ല. നമ്മളീ ചെയ്യുന്നതിനൊക്കെ ഫലം ഉണ്ടാവില്ലേ വേണുട്ടാ? രതികമോളും രാജുവും ജീവിത അവസാനം വരെ ഒരുമിച്ച് ജീവിക്കില്ലേ? മാഡം വിഷമിക്കണ്ട, അവരിനി ഒരിക്കലും പിരിയില്ല. രാജുവിന്റെ മനസ്സ് മാറും. രാജു ഋതികമോളെ ജീവിത സഖിയായി അംഗീകരിക്കും. അതെ വേണുട്ടാ, അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യണം. ഞാൻ ജീവിച്ചിരിക്കുന്ന തന്നെ എന്റെ മോള് സുഖമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന കാണാൻ വേണ്ടിയാ. മാഡം, മാഡത്തിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കും, എനിക്ക് ഉറപ്പുണ്ട്. മാഡം, നമ്മളാരും ദൈവത്തെ മറന്ന് ജീവിച്ചവരല്ലല്ലോ. അതുകൊണ്ട് ദൈവം നമ്മുടെ ആഗ്രഹം സാധിച്ചു തരും. ഇതാരാ വേണുങ്ങളെ? പുതിയൊരാള്. ഇത് മീര. നല്ല പേര്. മീരാന്റെ സ്ഥലം എവിടെയാ? അല്ലാതെ ഇവിടുന്ന്. മീരാന്റിയുടെ സ്ഥലം അല്പം ദൂരെയാ. ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്. മീര മാഡം എൻ്റെ ഒരു പരിചയക്കാരിയാ. പണ്ട് കുറെ കാലം ഞാൻ മാഡത്തിന്റെ ഡ്രൈവറായിരുന്നു. മാഡത്തിന് എൻ്റെ വീട്ടുകാരെയൊക്കെ വലിയ ഇഷ്ടമാണ്. അതുമല്ല, മുൻപൊരിക്കൽ മാഡത്തിന് ഒരു ആക്സിഡന്റ് ഉണ്ടായപ്പോ മാഡത്തെ രക്ഷിച്ചത് ഇവിടുത്തെ ഋതികമോള. അതുകൊണ്ട് ഋതികമോളെ മാഡത്തിന് വലിയ ഇഷ്ടമാണ്. അത് ശരി. മീരാന്റിനെ പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. മോളുടെ പേരെന്താ? രമ്യ. ഓ, വീട് ഇവിടെ തൊട്ടടുത്താ. ഇത് ഞങ്ങളുടെ വീടാ.
ഞങ്ങളാ വേണമെങ്കിലിന് വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നെ. ആ, അറിയാം, വേണുട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓ അപ്പോ നീരാന്റിക്ക് ഈ വീട്ടിലെ മിക്ക കാര്യങ്ങളും അറിയാം. അറിയാം. ആ ശരി, നിങ്ങൾ സംസാരിക്കേ. ആരെ പുതുമുഖം? മുമ്പ് ഞാൻ ഇവരെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. വേണു അങ്കിള് പറഞ്ഞത് ഇവരുടെ സ്ഥലം ദൂരെ എവിടെയോ ആണെന്നാണല്ലോ. ഛേ, പക്ഷേ സ്ഥലത്തിന്റെ പേര് പറഞ്ഞില്ലല്ലോ. ആഹാ, പത്മാവതി മാഡം. നീ ഒന്ന് പതുക്കെ പറ, ആരെങ്കിലും കേക്കണ്ട. പത്മാവതി മാഡം ഋതിക മോളുടെ അമ്മയാണെന്ന് നമ്മൾ ആരെയും അറിയിച്ചിട്ടില്ല. അത് നിനക്ക് അറിയാവുന്നല്ലേ? അയ്യോ, ക്ഷമിക്കണം മാഡം, ഞാൻ പെട്ടെന്നത് ഓർത്തില്ല. നീ അത് ഓർക്കണം, ഉറപ്പായിട്ടും ഓർക്കണം. ഇക്കാര്യം നമ്മളെ അറിയിക്കേണ്ട സമയത്തെ അറിയിക്കാവൂ. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. മാഡം എന്തായാലും വന്നല്ലോ, വളരെ സന്തോഷം. അമ്മ, ഞാൻ തേങ്ങയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പ്രിയമോളെ സുഖമല്ലേ? അപ്പോ നിങ്ങൾ സംസാരിക്കേ, എനിക്ക് അടുക്കളയിൽ ഇത്തിരി ജോലിയുണ്ട്. ശരി. വാ മോളെ. എന്നാലും ആരായിരിക്കും ഈ മീര? എന്തിനായിരിക്കും അവര് വന്നത്? ഈ വരവ് വെറും ഒരു വരവല്ല, അതവരുടെ സംസാരം കാണുമ്പോ അറിയാം. എന്തോ കുഴപ്പമുണ്ട്. അത് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ എനിക്കിനി ഉറക്കം വരില്ല. എന്താ എത്ര ചിരിക്കാൻ? അല്ല, രാജുവിന്റെ മസൽ പിടുത്തം കണ്ട് ചിരിച്ചു പോയതാ. പൂജ സമയത്തെങ്കിലും ഒന്ന് സന്തോഷത്തോടെ നിൽക്ക് രാജു. ദേ, ദൈവത്തിന്റെ മുമ്പിലായി പോയി. ഇല്ലെങ്കി ഇപ്പൊ എന്റെ വായിന്ന് നല്ലത് കേട്ടനെ. ഇതൊക്കെ കാണുമ്പോഴാ പെരുവിരളി നിരച്ച് കേറുന്നത്. പോരെങ്കി പുതിയൊരു അവതാരം. അവരുടെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ? എന്താ ഇത്ര സന്തോഷിക്കാൻ? ഋതികേ രാജു അവരുടെ മോളും മരുമോനും ആണോ? ഇനി എന്റെ അന്വേഷണം നിങ്ങളെ പറ്റിയായിരിക്കും. നോക്കിക്കോ. നിങ്ങൾ ആരാ എന്താന്നൊക്കെ ഈ രമ്യ കണ്ടുപിടിച്ചോളാം. രാജു, അതും കൂടി എടുത്ത് അങ്ങോട്ട് വെക്കേ. മതി നിന്ന് ഡയലോഗ് അടിച്ച് കുറെ നേരെ പറയുന്ന കേക്ക്. ആ, ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അല്ലേ ഋതിക മാഡം? കഴിഞ്ഞു അങ്കിൾ. അപ്പൊ എല്ലാം ആയല്ലോ. ഇനി നമുക്ക് വിളക്കെത്തിക്കാം. ഇനി ഐശ്വര്യമായിട്ട് മീരാ മാഡം തന്നെ വിളക്കെത്തിക്കും. അയ്യോ, ഞാനോ? ഇനി ഇവര് വിളക്ക് കത്തിക്കാത്തൊരു കുറവും കൂടിയേ ഉള്ളൂ. എന്നേക്കാളും യോഗ്യതയുള്ള വേറൊരാൾ ഇവിടെ നിൽക്കുമല്ലേ? ഇനി എന്നെയാണോ അവരുദ്ദേശിച്ചത്? ഏയ്, അതിന് വഴിയില്ല. ഋതിക മോളെയാണോ മാഡം ഉദ്ദേശിച്ചത്? അതെ, ഈ വീട്ടിലെ വിളക്ക് കത്തിക്കാൻ എന്നേക്കാളും യോഗ്യത ഋതിക മോൾക്ക. ഓ, അവളുടെ ഒരു യോഗ്യത. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. ഋതിക മോളും മാഡവും ചേർന്ന് ഒരുമിച്ച് കത്തിക്കണം. അതാ അതിന്റെ ഒരു ശരി. അതെ,
നിങ്ങൾ രണ്ടുപേരും ചേർന്ന് കത്തിക്കേ. നല്ല ഐശ്വര്യമായിരിക്കും. ഹൃതിക മോളെ, വിളക്ക് കത്തിക്കുമ്പോ മനസ്സിൽ അച്ഛനെയും അമ്മയെയും ഓർത്ത് വേണം കത്തിക്കാൻ. എന്താ മാഡം പെട്ടെന്ന് മുഖത്തൊരു വിഷമം? അങ്ങളെ, അച്ഛനെ ഓർക്കാൻ എനിക്കൊരു മുഖമുണ്ട്. പക്ഷെ അമ്മയെ ഓർക്കാൻ എനിക്കൊരു മുഖോ ശബ്ദോ ഒന്നും ഓർമ്മയില്ല. പിന്നെ ഞാൻ എങ്ങനെ ഓർക്കും? അങ്കിള് തന്നെ പറയും. മാഡം വിഷമിക്കണ്ട. ദേ, മാഡം ഈ മീര മാഡത്തെ കണ്ടോ? ഇതുപോലെ ഇരിക്കും മാഡത്തിന്റെ അമ്മ. മോൾക്കെന്താ ഇപ്പോഴും അമ്മയോട് ദേഷ്യമാണോ? അമ്മയോട് എനിക്ക് ദേഷ്യമാണോ പിണക്കാണോ എന്ത് വികാരമാണോ ഉള്ളതെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല ആന്റി. മാഡം വിഷമിക്കണ്ട. ഞാനൊരു നിർദ്ദേശം പറയാം. നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് ചേർന്ന് വിളക്ക് കത്തിക്കണം. അതാ ഐശ്വര്യം. ഓ, ഇവിടെ അവർക്ക് രണ്ടുപേർക്ക് മാത്രമേ ഐശ്വര്യമുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വേസ്റ്റ്. അതെടുക്ക്. കത്തിക്കും മോളെ. വാങ്ങിക്കും. ഈശ്വര, ഇവിടെ എന്തൊക്കെ നാടകങ്ങൾ അരങ്ങേറുന്നത്. ഈ മീരാ മേഡത്തിന്റെ വരവത്ര സുഖകരമല്ല. എന്തായാലും എനിക്കിതൊരു പുതിയ പണിയായി. സാരമില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. ഓ, ഒന്ന് പെട്ടെന്ന് എടുക്കാം അംബിക മേഡം. എന്താ രമ്യേ? അതെ അംബിക മേഡം, രാജുവിന്റെ വീട്ടിലെ ഒരു പൂജ നടക്കുക. അതിനെന്താ, നടക്കട്ടെ. അതല്ല, ഒന്ന് പറയട്ടെ മേഡം, ഇതൊരു സീരിയസ് മാറ്ററാ. ആ, നീ പറയ്. മാഡം, രാജുവിന്റെ വീട്ടിലെ മീര എന്നു പേരുള്ള പുതിയ ഒരു അവതാരം ഇന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. മീരയോ? അതാരാ? എനിക്കറിയില്ല. പണ്ട് ഇവിടുത്തെ വേണുവെങ്കിലേ ആ മീര മാഡത്തിന്റെ വീട്ടില് ഡ്രൈവറായിരുന്നു എന്നൊക്കെയാ പറയുന്നേ. ആ, സത്യാണോന്ന് എനിക്കറിയില്ല. അവരവിടെ വന്നിട്ട് അവരവിടത്തെ ഒരു അംഗത്തെ പോലെയാ പെരുമാറുന്നേ. എല്ലാ കാര്യത്തിലും ഒരു അഭിപ്രായം പറച്ചിലും. അവര് പറയുന്നത് അനുസരിക്കാൻ ദേ ഇവിടെ ഉള്ളവരും. ഞാൻ ഈ സാധനത്തിന് ആദ്യമായിട്ടാ കാണുന്നേ. നീ ഒന്ന് പോരമ്മേ. അവിടെ ആര് വന്നാലും നിനക്ക് അസൂയയും കുശുമ്പും ഒക്കെ പതിവുള്ളതാണല്ലോ. ഹോ, എന്റെ പൊന്നംബിക മേഡം, ഇതങ്ങനെയല്ല. അവരിവിടെ വന്നിട്ടേ എല്ലാത്തിലും ഓവറായിട്ടാ പെരുമാറുന്നേ. ഋതികയോടെ എന്തോ പ്രത്യേക ഒരു അറ്റാച്ച്മെന്റ് ഉള്ളതുപോലെ. എപ്പോഴും ഋതികയെ ചുറ്റിപ്പറ്റി അങ്ങ് നിൽക്കുക. ഋതികയെ കുറിച്ച് പുകഴ്ത്തി സംസാരിക്കുക. ആകെ ഒരു വശപ്പശക. അതാരാ അങ്ങനെ ഒരാള്? അല്ല, പേരെന്താ പറഞ്ഞേ? മീരയെന്നോ മീര നമ്പ്യാരെന്നോ അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു പേര്
മുൻപ് കേട്ടിട്ടില്ലല്ലോ. അതാരാണെന്ന് അറിയണമല്ലോ. അതിനിപ്പോ എന്താ ഒരു വഴി? ഞാനേ ഒരു വഴി പറഞ്ഞുതരാം. അവരറിയാതെ അവരുടെ ഫോട്ടോ എടുത്ത് ഞാൻ മേഡത്തിന് അയച്ചു തരാം. ആ, നീ അയക്ക്. ഞാനൊന്ന് നോക്കട്ടെ അതാരാണെന്ന്. ശരി മാഡം, ഞാനുടനെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരാം. എന്താ അമ്മേ പ്രശ്നം? ആ രാജുവിന്റെ വീട്ടില് രമ്യക്ക് പരിചയമില്ലാത്ത ഒരാള് വന്നൂന്ന്. അതിന് അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അതങ്ങനെ നിസ്സാരമായിട്ട് കാണാൻ വരട്ടടാ. അവരാ വീട്ടിൽ വന്ന് അമിത സ്വാതന്ത്ര്യം കാണിക്കുകയും ഋതികയുമായി വലിയ അടുപ്പം കാണിക്കുകയൊക്കെ ചെയ്യുന്നെന്നാ രമ്യ പറഞ്ഞത്. അപ്പോ നമ്മൾ അതിനെപ്പറ്റി അന്വേഷിക്കണ്ടേ? തീർച്ചയായും അന്വേഷിക്കണം അമ്മേ. നമ്മള് രാജുവിനും അവന്റെ വീട്ടുകാർക്കും എതിരെ കെണിയൊരുക്കുമ്പോ അവരും വെറുതെ ഇരിക്കില്ല. ആ രാജുവിനെ കോഞ്ഞ ബുദ്ധിയാ. അവൻ അത് ഉപയോഗിച്ചാണല്ലോ അമ്മാനെ മയക്കെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതാരാണെന്ന് എത്രയും പെട്ടെന്ന് അറിയണം അമ്മേ. നീ അല്പം ക്ഷമിക്കേ. രമ്യ അവരുടെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ആ ഫോട്ടോ ഒന്ന് കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാം എന്ത് ചെയ്യണോന്ന്.